മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ വൈത്തിരി താലൂക്ക് ഓഫീസ് ഉപരോധിക്കുകയാണ്. പോലീസും ദുരന്തബാധിതരും തമ്മിൽ ചെറിയ സംഘർഷാവസ്ഥയുണ്ട്. അവിടെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിക്കാം. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ വൈത്തിരി താലൂക്ക് ഓഫീസിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അവിടെ പോലീസുമായിട്ട് നേരിയ സംഘർഷമുണ്ട്, ഉന്തും തള്ളുമുണ്ട്. സ്ത്രീകളടക്കമുള്ളവരവിടെയുണ്ട്. സംഘർഷാവസ്ഥയുണ്ട്. വൈത്തിരി താലൂക്ക് ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, എന്താവശ്യപ്പെട്ടുകൊണ്ടാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ വൈത്തിരി താലൂക്ക് ഓഫീസിലേക്ക് എത്തിയത്? എന്തിനാണ് പോലീസ് അവരെ പ്രതിരോധിക്കുന്നത്? അരുൺകുമാർ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വാടക എല്ലാ മാസവും 6-ാം തീയതിയാണ് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാടക എത്തിയിരുന്നില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച 9,000 രൂപ, അതുപോലെ തന്നെ ദിവസവേതനമായി 300 രൂപ എന്നുള്ള രീതിയിലുള്ള സഹായങ്ങളൊന്നും തന്നെ ദുരന്തബാധിതർക്ക് ലഭിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരുമായും ഒപ്പം താലൂക്ക് ഓഫീസ് അധികൃതരുമായും ഒക്കെ നേരത്തെ ചർച്ച നടത്തിയിരുന്നതാണ്. മുൻപ് 6-ാം തീയതിയോടുകൂടി വാടക അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എത്താത്തതിനെ തുടർന്ന് ദുരന്തബാധിതർ വലിയ പ്രതിഷേധത്തിലാണ്. ഇതേ തുടർന്നാണ് ഇന്ന് വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധവുമായി ദുരന്തബാധിതർ എത്തിയത്. ഈ താലൂക്ക് ഓഫീസിന് മുൻപിലെത്തിയപ്പോൾ താലൂക്ക് ഓഫീസിലെ ഗേറ്റ് അടച്ചുകൊണ്ട് മുൻപിലുള്ള പോലീസ് അവരെ തടയുകയായിരുന്നു. ഇവിടെ ചെറിയ തോതിലുള്ള ഒരു സംഘർഷം ഉന്തും തള്ളും പോലീസുമായി ഉണ്ടായി. ഈ ഗേറ്റ് തള്ളി തുറന്ന് പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടയുകയും പിന്നീട് പോലീസുമായി ദുരന്തബാധിതർ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. നിരവധി തവണ മേപ്പാടി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ വൈത്തിരി താലൂക്ക് ജീവനക്കാരോടും അടക്കം ഇത്തരത്തിൽ പല ഇവരുടെ വാടക ഇനത്തിലുള്ള സാമ്പത്തികം പണം ഇവർക്ക് ലഭ്യമാക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പോലീസിനെതിരെ ദുരന്തബാധിതർ തിരിയുകയാണ്. സ്ത്രീകളടക്കമുള്ള ആളുകൾ പോലീസിനോട് വൈത്തിരി താലൂക്ക് ഓഫീസിലേക്ക് തങ്ങളെ കടത്തിവിടണമെന്ന് ആവശ്യപ്പെടുകയാണ്. കുറച്ചാളുകൾ മുൻപിൽ താലൂക്ക് ഓഫീസിന് മുൻപിലായി കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ 10 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് പറഞ്ഞ ഈ ഉപരോധം അല്പം വൈകിയാണ് ആരംഭിച്ചത്. ഇവിടെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പോലീസിനോട് തങ്ങളെ അകത്തേക്ക് കടത്തിവിടണമെന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളുണ്ട്. നിരവധി ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. ജനശബ്ദം ആക്ഷൻ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ ഈ ഉപരോധം നേരത്തെ തന്നെ ഇവർ തീരുമാനിച്ചിരുന്നത്. ഉപരോധം ചെറിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി സമിതിയുടെ ആളുകളുണ്ട്. എന്താണ് ഒന്നുമില്ല, ഞങ്ങൾക്ക് വാടക കിട്ടിയിട്ടില്ല. മാസം നൽകാനുള്ള 9,000 കിട്ടിയിട്ടില്ല. ഈ തഹസിൽദാറും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർക്കുള്ള ആളുകൾ ധിക്കാരപരമായ പെരുമാറ്റം ഞങ്ങളോട് പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് ഒരു തീരുമാനം കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ പോവില്ല. ഈ വാടക ചോദിച്ച് ഓരോരുത്തർ വാടക മുടങ്ങിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ ധിക്കാരപരമായിട്ട് ഈ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു വരുന്നില്ല. നിങ്ങൾക്കറിയാലോ, 750 കോടി രൂപ ഞങ്ങളുടെ പേരിൽ പിരിച്ചിട്ട് ഖജനാവിലിട്ടിട്ടുണ്ട്. അതെടുത്ത് വാടക തരാം, വാടക കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞു ട്രഷറിയിൽ. ഇതെവിടെ പോയി? എന്ത് നീതിയാണിത്? എല്ലാം പോയ ഒരു ജനതയോട് നീതി കേട് കാണിച്ചിട്ട് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഇവിടുന്ന് പോവില്ലെന്ന്. ഞങ്ങളെ വാടക നിശ്ചയിച്ചു 9,000 11-ാം വാർഡിലെ കുറച്ച് പേർക്ക് കിട്ടാണ്ട്. ഇത് എന്തുകൊണ്ട് അതായത് 863 കോടി രൂപ തിരിച്ചെടുത്തിട്ട് ഈ പാവപ്പെട്ട എൻ്റെ അയൽവാസിക്ക് 18,000 കയറാം, എനിക്ക് 9,000 കയറാം. 26 പേര് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. വീട് പോയനാ ഞാൻ, എല്ലാം നഷ്ടപ്പെട്ടവനാ ഞാൻ. ഞങ്ങളെല്ലാവരും അതിൽപ്പെട്ടവരാ. ഞങ്ങൾക്ക് എവിടെ 9,000? കാണാതെ പോകില്ല. ഒരു കാരണവശാലും പോകില്ല. ഞങ്ങള് 9 മാസം സമരം ചെയ്തു.
നിയമപരമായിട്ട് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇപ്പൊ എന്തൊക്കെ സഖി കേട്ടിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയത്. സഖി കേട്ടിട്ട് ഇറങ്ങിയത് എല്ലാവർക്കും. ഞങ്ങളത് വാടക ആര് കൊടുക്കും? ആവശ്യം എന്താണ്? തഹസീൽദാർ തഹസിൽദാർ ADM അടക്കം ഇവിടെ എത്തിയിട്ട് ഞങ്ങളുടെ വാടകയും 50,000 രൂപയ്ക്ക് തീരുമാനമായിട്ട് പോകുന്നുള്ളൂ. ഈ അശോകൻ പറഞ്ഞ വ്യക്തിയാണ് ഇതിൽ കളിച്ചില്ലേ? അശോകൻ പറയട്ടെ, ഞാൻ അർഹതല്ല, എനിക്ക് തരാനില്ലാന്ന് അശോകൻ വന്നിട്ട് പറയട്ടെ. വില്ലേജ് ഓഫീസിലും ദാസതയും ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞ ആൾ നോക്കിട്ടാ ചെയ്യുന്നവരെ അവർക്കുള്ള AMമാർ നോക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഈ സർക്കാർ പറയുന്നത് ഞങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് സർക്കാർ പറയുന്നത് ഞങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിന് താഴെ കീഴിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ഉത്തരം സർക്കാർ തരണം, ഇല്ലെങ്കിൽ തഹസിൽദാർ തരണം, ഇല്ലെങ്കിൽ ADM തരണം. എന്താ കയറ്റി അത് കൗൺസിലറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ കളക്ടറോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് പറയുന്ന ആവശ്യങ്ങൾ ന്യായമല്ലേ? തീർച്ചയായും കുറച്ച് പേർക്ക് കൊടുക്കാതിരിക്കാതെ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം എത്ര ആൾക്കോ 9,000 കയറി. ആ 9,000 എല്ലാവർക്കും കേട്ടണം. ഈ പ്രാവശ്യം കേട്ടണം. കേട്ടാത്ത പക്ഷം ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ കൊണ്ടുകെട്ടിരിക്കും. ഈ ഓഫീസ് ഇവിടെ ഉണ്ടാവില്ല. വാടക വരെ വാടക വാടക റൂം ഒഴിയണം. ഇവര് ഞങ്ങൾ ഒന്നെങ്കിലും അറസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും. പ്രകാരമാണ് ഇങ്ങനെ വന്നെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾ രേഖ ഇവിടെ കൊടുത്തതാണല്ലോ. ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. അത് നോക്കി അവർക്ക് ചെയ്യാനോ? രണ്ടാൾക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്കുള്ളവർക്ക് പൈസ കയറാലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും അറിയണം. എവനെ കൊടുത്തെന്നുള്ളത് അറിയണം. ഏത് ഈ സമരത്തിന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമില്ല. ഈ 9,000 ഈ വാടക കിട്ടണം. ഞങ്ങൾ ഈ സമരത്തിൽ വലിയ ആവശ്യമുണ്ടോ? എല്ലാം പോയ മനുഷ്യന്മാരാണ്. വെറുതെ കല്ല് വന്നിട്ട് 2 സ്ഥലം പോയതല്ല. അത്രയും കുടുംബങ്ങളെ 4-5 കഷ്ണമായിട്ടാണ് ഇവിടുന്ന് കൊണ്ടുവന്നത്. നമ്മളതെല്ലാം പോയ ആളുകളാ. വീട് പോയതാണ്, കുട്ടികൾ പോയതാണ്, എല്ലാം പോയതാ. ഒരു പണിയും തുറല്ല. എന്നിട്ട് ഇവർക്കൊക്കെ 9,000 കഴിഞ്ഞ മാസം കയറ്റിയതാ. ഈ പറയുന്ന ജനങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് ഈ മാസം കയറ്റില്ല? അവൻ വന്ന് ഇവിടെ പറയട്ടെ. ക്യാമ്പിന് വാടക പോയിക്കൊള്ളിരുന്ന വാടകയ്ക്ക് പോയിട്ട് 3 മാസം വാടകയും തന്നിട്ട് പിന്നെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടതാ. പിന്നെ ഈ ഗവൺമെന്റ് വാടക തന്നിട്ടില്ല. ഞങ്ങളൊക്കെ ക്യാമ്പിൽ ഇരുന്നിട്ട് ക്യാമ്പിൽ നിന്ന് 15-ാം തീയതി വാടകയ്ക്ക് ക്യാമ്പെന്ന് പറഞ്ഞു വിട്ടാ വാടകയ്ക്ക്. ഇപ്പൊ അവന്മാര് വാടക തരുന്നില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ അവര് ചൂരൽമലയെന്ന് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഹൈസ്കൂൾ മേപ്പട്ട ഹൈസ്കൂൾ ക്യാമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ വാടകയ്ക്ക് പോയിക്കോളൂ, നിങ്ങൾ വാടക തരാൻ പറഞ്ഞു. പറ്റൂല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തിനും പോയിക്കൂടെ? അതൊന്നും ഇവിടെ പറയാൻ പറ്റൂല. അതല്ലെങ്കിൽ അതിന് വലുത് പറയാൻ പറ്റും. ഇത് തഹസീൽദാർ വരാൻ പോകില്ല. 7,000 രൂപ വാടക ആര് വന്നാലും വേണ്ടില്ല. ഞങ്ങൾ വന്നാൽ മുഴുവൻ ആളുകൾക്ക് 9,000 രൂപ തീരുമാനം വാടക ആയിട്ടേ ഞങ്ങൾ പോകുള്ളൂ. അല്ലെ പോകൂല. എല്ലാരും വരട്ടെ. വെറുതെ ശമ്പളമായിട്ട് ഇരിക്കല്ലോ അവിടെ. വരട്ടെ അങ്ങോട്ട്. പേരിലാണ് പിരിച്ചെടുത്ത പണം ഇത്രയും കോടികള്. ഇപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾ തള്ളണ്? 10, 11, 12 വാർഡിലുള്ള ആളുകള് പണം പിരിച്ചെടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾ നിഷേധിക്കണം. എന്താ കാരണം? എല്ലാം പോയ ആളുകളാ. ഇവരൊന്നും വെറുതെ വന്ന് നിൽക്കൂല. പണിയും തുറത്തിന് പോകുന്ന ആളുകളല്ലാതെ. ഞങ്ങളിലേക്കാ പോണത്. ഇപ്പൊ ഒരു വീടുകൾ പട്ടിണിയിലേക്കാ പോണത്. അതായത് ഞങ്ങൾക്കൊന്നും ഒരു കുടിവെള്ളം ഇല്ല, ഒരു വഴി വരല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വാടകയ്ക്ക് താമസിച്ചിട്ടു. ഇപ്പൊ ഇവരോട് ചോദിക്കുമ്പോൾ ഇവര് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ പോയി താമസിച്ചൂടേന്ന്. ഇവര് വന്ന് നിൽക്കും. അവിടെ ആൾ താമസമില്ലാത്ത വീട്ടിലൊരു പ്രായമായ ഉമ്മാനും കൂട്ടിട്ട് ഞങ്ങൾ എങ്ങനെ അവിടെ താമസിക്കണം? 6-ാം തീയതി വാടക വന്നോണ്ടിരുന്നല്ലേ? വന്നതായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മുന്നത്തെ മാസം തൊട്ടാണ് ഇങ്ങനെ 21-ാം തീയതി അവർക്ക് തോന്നിയ പോലെ ഞങ്ങൾ പരിശോധിക്കട്ടെ. ഇത്രയും കാലം ഇവർക്ക് ഈ ഒരു വർഷമായിട്ട് ഇവര് ആർക്കാണ് അനർഹരി എന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ മഴക്കാലത്താണ് ഇവർക്ക് അവിടെ പോയി താമസിച്ചോളി എന്ന് പറയേണ്ടത്. അത് ഇവർ ചെയ്യുന്ന ന്യായകേടല്ല ഇവർ ചെയ്യുന്നത്. ഈ 9,000 കയറിയ പകുതി ആൾക്കാരുണ്ട്, പകുതി ആൾക്കാർക്ക് തീരെ കയറാത്ത ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഇന്നും അത്ര വിഷമത്തിലാണ് കഴിയണമെന്ന് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളെ വിഷമമുണ്ടല്ലോ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങളെ പണിയും മൊത്തം വെള്ളം കയറി ഞങ്ങൾക്ക് പണി അവിടെ താമസിക്കുന്നവർക്ക് ജോലി പോലും ഇല്ല, പൈസ ഇല്ല. ആരെങ്കിലും തന്നിട്ട് വേണം തിന്നാനുള്ള അങ്ങനത്തെ ജനങ്ങളാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്ക് വേണ്ടി പൈസ ഞങ്ങളുടെ നാട്ടിലേക്ക് വേണ്ടി ചെലവഴിക്കണം. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.
അരുൺകുമാർ, ഇവർ പറയുന്നത് ഇവരുടെ ന്യായമായ ഒരു ആവശ്യമാണ്. നേരത്തെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പിന്നീട് ക്യാമ്പിലേക്ക് മാറി ഇവർക്ക് കൃത്യമായി വാടക നൽകാമെന്ന് പറഞ്ഞു. ദിവസവേതനമായി 300 രൂപ, ഒരു മാസം 9,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ മാസങ്ങളായി മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. അതിനെ തുടർന്നാണ് വൈത്തിരി താലൂക്ക് ഓഫീസിന് മുൻപിലേക്ക് എത്തി ഉപരോധം ഇവർ തീർത്തിരിക്കുന്നത്. തഹസീൽദാരും ബന്ധപ്പെട്ട ADM ഇവിടെ എത്താതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല. അതോടൊപ്പം ദുരന്തബാധിതർക്ക് കൃത്യമായി ഉറപ്പ് നൽകണം എന്ന് വാടക ഇനത്തിനും അതുപോലെ തന്നെ മറ്റ് സഹായ ധനം പ്രഖ്യാപിച്ചതും എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കും എന്നതിൽ കൃത്യമായ ഒരു മറുപടി നൽകിയാൽ മാത്രമേ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്നാണ് ദുരന്തബാധിതർ ഇപ്പോൾ പറയുന്നത്. അരുൺ, ഓക്കെ, ഇപ്പോൾ വൈത്തിരി താലൂക്ക് ഓഫീസിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ അവർ ഇപ്പോൾ ഉപരോധിക്കുകയാണ്. പോലീസും ദുരന്തബാധിതരും തമ്മിൽ നേരിയ സംഘർഷാവസ്ഥയുണ്ട്. അവരുടെ ആവശ്യം വാടകയ്ക്ക് സർക്കാർ നൽകാമെന്ന് പറഞ്ഞിരുന്ന പണം കഴിഞ്ഞ 5-6 മാസമായിട്ട് കിട്ടുന്നില്ല. പ്രതിദിന സഹായവും മുടങ്ങിയിരിക്കുന്നു. ഇതുവരെയും പൂർണ്ണമായിട്ടും വീട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാക്കാൻ ഇനി സമയമെടുക്കുകയും ചെയ്യും. ഈ വരുന്ന മാസങ്ങളിലും ഇതുവരെ കഴിഞ്ഞ മാസങ്ങളിലും ഇനി തങ്ങൾ എങ്ങനെ കഴിയണമെന്നാണ് പറയുന്നത്. ദീപക്, ഇവർ പറയുന്നതനുസരിച്ച് 5 മാസത്തെ മുതൽ 5 മാസം വരെ പെൻഡിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. 3 മാസത്തെ വാടക മാത്രമേ ലഭിച്ചുള്ളൂ. ജൂലൈയിലാണ് ഈ ദുരന്തം ഉണ്ടാവുന്നത്. അതിനുശേഷം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 8 മാസം, ഏപ്രിൽ 9 മാസത്തോളം ആവുന്നു. അതിന് 8 മാസമായി കൂട്ടിയാൽ പോലും 3 മാസത്തെ വാടക മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ 5 മാസത്തെ വാടക കുടിശ്ശികയാണെങ്കിൽ പലരും ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? സർക്കാർ എന്താ അത് കേൾക്കാത്തത് ദീപക്? ദീപക് കേൾക്കാൻ കഴിയുമോ ദീപക്? ഓക്കെ, ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വൈത്തിരി താലൂക്ക് ഓഫീസിന് മുന്നിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതര് അവിടെ പണം കിട്ടുന്നതുവരെ സമരം ചെയ്യും എന്നാണ് പറയുന്നത്. പോലീസുകാർ അവിടെയുണ്ട്. ദുരന്തബാധിതരായ മനുഷ്യരാണ്. 9 മാസം മുമ്പ് ഇവർ ഒരു വലിയ ഉരുൾപൊട്ടലിൽ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടു വന്നവരാണ്. അവർക്ക് വാടക കൊടുക്കാമെന്ന് പറഞ്ഞാൽ വാടക കൊടുക്കുക എന്നുള്ളതാണ്. സർക്കാരിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് CM റിലീഫ് ഫണ്ടിലൊക്കെ പണം ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് പണം കൊടുക്കാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ 5 മാസമായി പണം കിട്ടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരിപ്പോൾ വൈത്തിരി താലൂക്ക് ഓഫീസിന് മുന്നിൽ ഉപരോധിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. പ്രതിദിന സഹായം നഷ്ടപ്പെട്ടു. മാസം അവർക്ക് വാടകയായിട്ട് കിട്ടേണ്ടിയിരുന്നത് 5 മാസമായിട്ട് കിട്ടുന്നില്ല. പണം കിട്ടുന്നതുവരെ സമരം ചെയ്യുമെന്നാണ് ദുരന്തബാധിതരായ ആളുകൾ പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഞങ്ങളെന്ന് പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് തീർച്ചയായിട്ടും സർക്കാർ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാരിൻ്റെ പ്രത്യേകിച്ച് CMൻ്റെ റിലീഫ് ഫണ്ടിലേക്കൊക്കെ നമ്മൾ പണം അയച്ചു കൊടുത്തത് ഈ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയാണ്. 5 മാസമായി തങ്ങൾക്ക് വാടക കിട്ടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് താലൂക്ക് ഓഫീസിലേക്ക് അവർ മാർച്ച് നടത്തിയിരിക്കുന്നത്. അത് ശരിയാണെങ്കിൽ അത് സർക്കാർ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.